ആദർശിൻ്റെ ശബ്ദം ഒന്നും കൂടെ ഉയർന്നു. "വേഗം വന്ന് വണ്ടിയിൽ കയറ് ഇന്ദു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞില്ലേ? " ആദർശ് അവളുടെ കയ്യിൽ പിടിച്ച് "വാടി ഇവിടെ, നിന്നോട് പറഞ്ഞാൽ നീ കേൾക്കില്ലേ" എന്നു പറഞ്ഞു ബാഗും അവളെയും വലിച്ചു വണ്ടിയിൽ കയറ്റുന്നു. അവൾ വണ്ടിയിൽ കയറി. ആദർശും കയറുന്നു. അവൻ്റെ കണ്ണുകൾ മഴയത്ത് നിന്ന് ആകെ ചുവന്നിരിക്കുന്നു. അവൻ വണ്ടിയെടുത്തു. "എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? " ഇന്ദു അലമുറയിട്ട് ചോദിച്ചു. "പറയാൻ സൗകര്യമില്ല" എന്ന് ആദർശും. "ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എൻ്റെ ലീവ് കഴിഞ്ഞാലും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യമൊക്കെ പിന്നെ അച്ഛനോട് പറയാം" എന്ന് അവനും കരുതി. വണ്ടി നേരെ വിട്ടത് അവൻ്റെ അച്ഛൻ്റെ മലയോരത്തുള്ള ഗസ്റ്റ് ഹൗസിലേക്കാണ്. നിറയെ കൊടും വനം, മറ്റു വന്യജീവികളും. അവൻ വണ്ടി ചവിട്ടി വിട്ടു. അവൾക്കാകെ പേടിയായി. വീട്ടിൽ നിന്ന് പോരണ്ടായിരുന്നു. ഈ കാട്ടുമാക്കാൻ എന്നെ എങ്ങോട്ടാണാവോ കൊണ്ടുപോകുന്നത്? പേടിയാവുന്നു ഭഗവാനെ. വണ്ടിയിൽ നിന്ന് അലറിയാലും വിളിച്ചാലും ആരും കേൾക്കില്ല. വണ്ടി ഗസ്റ്റ് ഹൗസിലെത്തി. അവൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. അവൻ അവളെ വലിച്ചിറക്കി. ആദർശ് അവളെയും കൂട്ടി ഗസ്റ്റ് ഹൗസിൽ കയറി. "പോയി ഡ്രസ്സ് മാറിക്കോ, പനി പിടിക്കും" എന്ന് പറയുന്നു. "ഞാൻ മാറ്റുന്നില്ല" എന്ന് ഇന്ദുവും. "മോളെ ഇന്ദു, ഈ വനത്തിൻ്റെ നടുക്കുള്ള ഈ വീട്ടിൽ നീയും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ആരും ഒന്നും പറയില്ല. ഇനി നീ മാറ്റിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റും. അത് വേണോ? എന്താന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം. ആ റൂമിൽ പോയി മാറ്റിക്കോ, അവിടെ വാഷ്റൂമുണ്ട്." ഇന്ദു പേടിയോടെ പോകുന്നു. ഇന്ദു ബാത്റൂമിൽ പോയപ്പോൾ അവനും അവൻ്റെ വസ്ത്രമെല്ലാം മാറി. അവൻ അവിടെ ഷെൽഫിലുണ്ടായിരുന്ന മദ്യം എടുത്ത് കുടിക്കുകയായിരുന്നു. അവൾ പുറത്തോട്ട് വന്നു. എന്തു പറയണമെന്നറിയില്ല അവൾക്ക്. "അതേയ് ഇന്ദു തമ്പുരാട്ടി, ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും കാലം കൊണ്ടു നടന്ന എൻ്റെ ആഗ്രഹം ഇന്ന് ഞാൻ നടത്തിയെടുക്കും. നീ അത് സമ്മതിക്കണം. നിന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകണം എന്നാണ് ഞാൻ കരുതിയത്. നീ സമ്മതിക്കില്ലെങ്കിൽ എനിക്കൊരു രക്ഷയുമില്ല. അതുകൊണ്ട് ഈ രാത്രി നിന്നെ ഞാൻ സ്വന്തമാക്കുന്നു, എല്ലാ അർത്ഥത്തിലും." ഇന്ദു പെട്ടെന്ന് "വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. കല്യാണം കഴിഞ്ഞ് എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കിപ്പോൾ പറ്റില്ല" അവൾ കരഞ്ഞു പറഞ്ഞു. പക്ഷേ ആദർശ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അവിടെ വെച്ചു. എന്നിട്ട് അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല ഊരി അവളുടെ കഴുത്തിലോട്ടിട്ടു. അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവൾ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ അവൻ ആ ഡോർ കീ ഉപയോഗിച്ച് പൂട്ടിയിരുന്നു. അവൾ ഓടിയതും അവളുടെ സാരിയിൽ പിടിച്ചു. അവൾ അലറി. പക്ഷേ അവൻ സാരി മുഴുവനായി അഴിച്ചുമാറ്റി. അവളെ ഉന്തി കിടക്കയിലേക്കിട്ടു. അവൻ അവളുടെ മേൽ ബലം പ്രയോഗിച്ച് കിടക്കുന്നു. അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയി.